കോമൺവെൽത്ത് ഗെയിംസിലെ അത്ലറ്റിക്സിനുള്ള യോഗ്യതാ മാർക്ക് പ്രഖ്യാപിച്ചു. കഴിഞ്ഞ തവണ 4ാം സ്ഥാനത്തെത്തിയ സമയം അല്ലെങ്കിൽ ദൂരമാണ് ഇത്തവണ യോഗ്യതാ മാർക്കായി നിശ്ചയിച്ചിരിക്കുന്നതെന്ന് അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അറിയിച്ചു. ഈ വർഷം നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിലെ അത്ലറ്റിക്സിനുള്ള യോഗ്യതാ മാർക്ക് പ്രഖ്യാപിച്ച് അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. കഴിഞ്ഞ കോമൺവെൽത്ത് ഗെയിംസിലെ 4ാം സ്ഥാനത്തെത്തിയ സമയം അല്ലെങ്കിൽ ദൂരമാണ് ഇത്തവണ യോഗ്യതാ മാർക്കായി നിശ്ചയിച്ചിരിക്കുന്നത്. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിലെ അത്ലറ്റിക്സിൽ ഇക്കുറി ഇന്ത്യയിൽ നിന്ന് 32 താരങ്ങളെ മാത്രമേ പങ്കെടുപ്പിക്കാനാകൂ. അതിനാൽ ഈ വർഷം തന്നെ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിലാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നതെന്ന് അത്ലറ്റിക് ഫെഡറേഷൻ സീനിയർ വൈസ് പ്രസിഡന്റ് അഞ്ജു ബേബി ജോർജ് കാര്യവട്ടം LNCP നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. അതേസമയം ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുക്കുന്നവരുടെ ലിസ്റ്റ് സമർപ്പിക്കേണ്ട അവസാന തീയതി നേരത്തെയാക്കിയതിനാൽ അത്ലറ്റിക്സ് ഫെഡറേഷൻ നേരത്തെ പുറത്തിറക്കിയ ഈ വർഷത്തെ മത്സര കലണ്ടറിൽ മാറ്റം വരുത്തിയതായും അഞ്ജു ബേബി ജോർജ് അറിയിച്ചു. ജൂനിയർ സീനിയർ തലങ്ങളിലായി 40 മീറ്റുകളാണ് AFI ഈ വർഷം നടത്തുന്നത്. മെയ് 22 മുതൽ 25 വരെ റാഞ്ചിയിൽ നടക്കുന്ന ദേശീയ സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് കോമൺവെൽത്ത് ഗെയിംസിന് യോഗ്യത നേടുന്നതിനുള്ള അവസാന അവസരമായി നിശ്ചയിച്ചു. ഏഷ്യൻ അണ്ടർ 23 ചാമ്പ്യൻഷിപ്പിലേക്കുള്ള യോഗ്യതാ മത്സരവും കൂടിയായിരിക്കും ഈ മീറ്റ്. ജൂൺ 24 ഭുവനേശ്വറിൽ ആരംഭിക്കുന്ന സീനിയർ ഇന്റർസ്റ്റേറ്റ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പാണ് ഏഷ്യൻ ഗെയിംസിന് യോഗ്യത നേടാനുള്ള അവസാന അവസരം. ഏഷ്യൻ ഗെയിംസിന്റെ യോഗ്യതാ മാനദണ്ഡം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. സെപ്റ്റംബറിൽ ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിന് മുന്നോടിയായി മെയ്യിൽ ബോട്സ്വാനയിൽ നടക്കുന്ന ലോക റിലേ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ടീം പങ്കെടുക്കും. മാർച്ച് 28 ചണ്ഡീഗഡിൽ ദേശീയ ഓപ്പൺ റിലേ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കും.